ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നെത്തോലി വച്ചിക്കാൻ പോവുകയാണ്. അതിലിടാനുള്ള തക്കാളി, മുളക്, തേങ്ങ, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി, പിന്നെ പുളി. ഇതെല്ലാം കൂടി അരച്ചിടാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഉള്ളത്. പുളി ഇതെല്ലാം അരച്ചതിന് ശേഷം ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. അങ്ങനെ ഇനി തേങ്ങ, കറിവേപ്പിലയാണ് ഇടാൻ പോകുന്നത്. ഇത്രയും മതിയാവും. ഇനി ഇത് കുറച്ചായിട്ട് അരയ്ക്കുന്നുള്ളൂ. വറ്റിച്ചിരിക്കുന്നതുകൊണ്ട് കറി ഫുള്ളാവേണ്ടതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? കുറച്ച് കറിവേപ്പില ഇടുകയാണ്. തേങ്ങയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി, ഫുള്ളായിട്ട് അരയ്ക്കുന്നില്ല. ഇത് വറ്റിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അരപ്പ് റെഡിയായി. ഇനി ഇതിലോട്ട് മീൻ, തക്കാളി ഇതെല്ലാം ഇടും. ഈ തക്കാളി, പച്ചമുളക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പിടുന്നു. അരപ്പിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. ഇനി മീൻ ഇടാൻ പോവുകയാണ്. നെത്തോലിയ മീൻ. ഇത് എല്ലായിടത്തും ഇതാകാൻ വേണ്ടി പെരട്ടുകയാണ്. എല്ലാം കൂടി ഇതാക്കി വെച്ച് ഇനി ഇത് അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. അടുപ്പി വയ്ക്കുന്നു. ഗൈസ്, വറ്റിച്ച് നെത്തോലി മീൻ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, കൊള്ളാട്ടോ. സോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.